നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചിത്രം വരയ്ക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ബയോളജിയിൽ ഡയഗ്രം വരയ്ക്കുന്നതിനെ കുറിച്ച്. ബയോളജി പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ബയോളജിയിൽ ഡയഗ്രം വരയ്ക്കുക എന്നത് പല കുട്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഡയഗ്രം വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റെക്കോർഡ് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മാത്രം പലരും +2 സയൻസ് ഗ്രൂപ്പ് എടുക്കാറില്ല. പക്ഷേ അത്ര നന്നായിട്ടൊന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഒരു റെക്കോർഡ് ഷീറ്റ് അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ബയോളജിയിൽ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ബേസിക് റൂൾസ് അല്ലെങ്കിൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിയുന്നതും വൈറ്റ് പേപ്പറിൽ തന്നെ വരയ്ക്കുക. പിന്നെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഗ്രേഡ്സിലുള്ള പെൻസിലുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഷാർപ്പൻഡ് പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കണം. പേന ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ പേനയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റിയാൽ മായ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പെൻസിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വരയില്ലാത്ത പേപ്പറിൽ തന്നെ വരയ്ക്കാം. അതായത് അൺറൂൾഡ് പേപ്പർ. നമുക്ക് ബയോളജിക്ക് വരയില്ലാത്ത ഒരു നോട്ട്ബുക്ക് വേണം ഉപയോഗിക്കാൻ. കാരണം വളരെ ഫ്രീക്വൻ്റായി നമുക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനൊക്കെ വരയില്ലാത്ത ഒരു പേജായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. മാത്രമല്ല ടൈറ്റിൽ അണ്ടർലൈൻ ചെയ്യുകയും വേണം. ഒരു പേജിൽ ഒരൊറ്റ ഡയഗ്രാം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പേജിൻ്റെ സെൻറ്ററിൽ തന്നെ വരയ്ക്കുക. സൈഡിലോ കോർണറിലോ ഒന്നും വരയ്ക്കരുത്. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് കഴിയുന്നതും ഒരൊറ്റ വരയിൽ തന്നെ വരയ്ക്കുക. 2-3 വരകൾ ഒന്നിനു മേലെ ഒന്നായി ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കരുത്. ഒട്ടും കോൺഫിഡൻ്റ് അല്ല അല്ലെങ്കിൽ വരച്ചാൽ തെറ്റിപ്പോവെന്ന് തോന്നുകയാണെങ്കിൽ ഷാർപ്പൻ ചെയ്യാത്ത ഒരു പെൻസിൽ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം അതിന് മുകളിലൂടെ ഷാർപ്പൻഡ് പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കാക്കി വരയ്ക്കണം. ഒരു ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ലേബൽ ചെയ്യണം അല്ലേ? അതിന് സ്കെയിൽ ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് പാരലൽ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കാം. സ്ട്രെയിറ്റ് കണ്ടിന്യൂസ് ലൈൻ ഇടുന്നതിന് പകരം സ്ട്രെയിറ്റ് ഡോട്ടഡ് ലൈൻ ഇടുന്നതാണ് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി. അത് മാത്രമല്ല അത് പാരലൽ ലൈൻ ആയിരിക്കണം. വളഞ്ഞും തിരിഞ്ഞുമുള്ള വരകൾ ഉപയോഗിക്കരുത്. നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാം വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും വേണം വരയ്ക്കാൻ. കഴിയുന്നതും സ്കെച്ച് എടുക്കരുത്. പിന്നെ എല്ലാ പാർട്സും കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കണം. ചിത്രം വരയ്ക്കുമ്പോൾ വലുതാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് വരയ്ക്കുന്നതെങ്കിൽ ഔട്ട്ലൈൻ ചെറുതാക്കി വരച്ചാൽ സെൽ ഓർഗനൽസ് എല്ലാം ക്രൗഡഡ് ആയി പോകും. അതുകൊണ്ട് കുറച്ച് സ്പേസ് എടുത്ത് ആവശ്യത്തിന് വലുതാക്കി തന്നെ ഡയഗ്രാം വരയ്ക്കണം. നമ്മൾ സ്ട്രെയിറ്റ് പാരലൽ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് കഴിയുന്നതും റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. മാത്രമല്ല ഡോട്ടഡ് ലൈൻസിൻ്റെ അവസാനം ഒരു ആരോ മാർക്കും കൂടി വേണം. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ആക്ച്വൽ ഡയമെൻഷൻ തന്നെ ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സെൽ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് വലിയ സെൽ ഓർഗനൽ വലുതാക്കിയിട്ടും ചെറിയ സെൽ ഓർഗനൽ ചെറുതാക്കിയിട്ടും വരയ്ക്കുക. അതിൻ്റെ സൈസ് പ്രപ്പോർഷനേറ്റ്ലി തന്നെ വരയ്ക്കുക. ഒരു ഡയഗ്രത്തിൽ ഒരു പാർട്ട് ലേബൽ ചെയ്യാൻ ഉപയോഗിച്ച വരയ്ക്ക് മുകളിലൂടെ മറ്റൊരു വര വരയ്ക്കരുത്. അതായത് ക്രോസ് ലൈൻസ് വരയ്ക്കാൻ പാടില്ല. നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തിൽ ഡാർക്ക് ഏരിയാസായി വരയ്ക്കേണ്ട ഭാഗങ്ങൾ കഴിയുന്നതും ഷെയ്ഡ് ചെയ്യാതെ ഡോട്ട്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം വരയ്ക്കണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാതെ പകരം ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിക്നെസ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിലോ? ഫോർ എക്സാമ്പിൾ, പ്ലാന്റ് സെല്ലിൻ്റെ കാര്യത്തിൽ സെൽ വോളിൻ്റെ തിക്നെസ് ഡബിൾ ലൈൻസ് ഇട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബയോളജിയിൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അവിടെ ഇംപ്രൊവൈസേഷന് വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം കൺസെപ്റ്റ് കൺവേ ചെയ്യാനാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ബയോളജിയിൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില ബേസിക് റൂൾസ് ആൻഡ് ടിപ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.